അപ്പം നമ്മൾ എഞ്ചിനീയർ ഉണ്ടാക്കിയ വീടെല്ലാം കണ്ടിനെ, പക്ഷേങ്കിൽ ഇതുവരെ എഞ്ചിനീയർ വീട് കണ്ടിട്ടില്ല. അപ്പം നമുക്കൊന്ന് കാണാം. ഹായ് ഹായ്, ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ കൊച്ചി പോയിട്ട് അങ്ങനെ നാട്ടിലെത്തി. ഇപ്പം വീട് കവി ഇന്നലെ രാത്രി അതിന് പൊളിച്ചൊക്കെ അന്ന് എത്തീനി. അപ്പോൾ അതിൻ്റെ ഉറക്ക് അതുകൊണ്ട് ഇന്ന് കുറച്ച് നേരം വൈകിട്ടാണ് എണീച്ചിന്. ചായയും കൂടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ പല്ലിൻ്റെ എൻ്റെത് സ്കാനിങ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത മാസം ഞാനും അനൂട്ടിയും കൂടി പോകും. അത് അനൂട്ടിൻ്റെത് അപ്പൊക്കെ തീരും, അപ്പൊക്കെ ഓളത് ഇടണം, അപ്പൊക്കെ എൻ്റെതും വരും. അപ്പോൾ അടുത്ത മാസം പോകണം. അടുത്ത മാസം മുതൽ ഞാൻ ഇവരെ പോലെ അയലിട്ട് നടക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് വെച്ചാൽ നമ്മളൊരു എഞ്ചിനീയറിൻ്റെ വീട്ടിൽ പോകാൻ നോക്കലാന്ന്. അതെ, നമ്മളൊരു പരിചയക്കാരിയാണ് തന്നെയാണ് വരുത്തലുണ്ട്. നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട്, പക്ഷെ നമ്മൾ ഇന്ന് രാവിലെ വന്നേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് ഉച്ചക്ക് ഫുഡ് ആക്കണ്ട അങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് ഒരേ നിർബന്ധമാണ്. നമ്മൾ വേണ്ട, നമ്മൾ രോഗി കൽപ്പിച്ചതും അല്ലെ അതിന്നൊന്ന് വെക്കാനോ വീഡിയോ കാണുമ്പോ അവരറിയാത് കറക്റ്റ് ദിവസം നമ്മളെ വിളിച്ചേന്നില്ലേ. നന്നായി, എന്നാ പിന്നെ ഇവിടെ വെക്കണ്ടല്ല, വെക്കാൻ കഴിയൂല എന്ന് ക്ഷീണം കൊണ്ട്. പിന്നെ പക്ഷെ എന്നാലും ഒരു സംഭവം ഉണ്ട്, പുളിങ്കരി കവി കുറച്ച് പിറക്കിന് പുളിങ്കരി ഇന്നലത്തെ ചപ്പ് വറവുണ്ടായിരുന്നു. അതുകൊണ്ട് തൽക്കാലം വിശപ്പ് അടക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാൻ നോക്കലാന്ന്. നമ്മളില്ലേ, നമുക്ക് എഞ്ചിനീയർ ഉണ്ടാക്കിയ വീട് നമ്മൾ കാണലുണ്ട്. എഞ്ചിനീയർ വീട് നമ്മൾ അടുത്തൊന്നും കണ്ടിട്ടില്ല. എഞ്ചിനീയർ വീട് അങ്ങനെയായിരിക്കും, പക്ഷെ ഇതൊരു 5-10 കൊല്ലം പഴക്കമുണ്ട് പറഞ്ഞല്ലേ. 10 കൊല്ലത്തിന്റെ അടുത്തുണ്ട് പറഞ്ഞു അവരെ വീട് കേട്ടാ. നമുക്ക് ആ വീടൊന്നും നിന്ന് കാണാം, എഞ്ചിനീയർ വീട്. ആർക്കെങ്കിലും വീടിന്റെയോ അങ്ങനെയല്ലോ പരിപാടി എന്തെങ്കിലും പ്ലാനെല്ലാം നമ്മൾ ഈ ഹോം ടൂർ തുള്ളിൽ പോകുമ്പോൾ കുറേ പ്ലാനുകൾ പറയുക. അപ്പൊ വീടിന്റെ വീഡിയോക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഒരു ഹോം ടൂർ നമുക്കാക്കാം. അതിലിടക്ക് ലീനേച്ചി ഇന്നലെ ചെക്കപ്പിന് പോയിന്, കുറെ ദിവസമായില്ല, ഇപ്പൊ 2 മാസമായി. അപ്പൊ അതിന്റെ ഒരു വിശേഷം കൂടി ചേച്ചിന് പോയാൽ പോയി കണ്ടിട്ട് നമുക്ക് വരാം. ഹായ്, അങ്ങോട്ടേക്ക് വരുത്താന്ന് ഞങ്ങൾ വീട്ടിൽ പോയിട്ടോ. നീ അങ്ങേക്ക് വരുന്നുണ്ടോ? നമ്മളെപ്പോ ചക്കരക്കല്ലി ധന്യേച്ചിനെ നമ്മളെ ഇവര് എഞ്ചിനീയർ അല്ലേ, അവരെ വീട്ടില് പോകുന്നുണ്ടാ? ഇപ്പൊ പോന്ന് വാ, വീട്ടിലേക്ക് വാ, മാറ്റിട്ട് വരാം. ഞാൻ ഒന്ന് കുട്ടിയെ ഞാൻ വരാം. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് പോകാൻ പറഞ്ഞേ. എന്നാ പറയുക, ഒന്നും ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ഒന്നും കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട്. ചേച്ചി ഇപ്പൊ എങ്ങനെയുണ്ടെന്നൊന്നും കമന്റ് ചെയ്യണേ. ഓപ്പറേഷൻ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഒരു 1.5 മാസം. 2 മാസമായില്ല. ഇപ്പൊ അന്നത്തെ പോലെ ഇന്നത്തെ പോലെ മാറ്റം എന്തെങ്കിലും ഉണ്ടോന്ന് കാണുന്നത് പറഞ്ഞു. നമ്മൾ പുസ്തകം കാണുന്നോണ്ട് നമുക്ക് തിരിയുന്നില്ല. അതുകൊണ്ട് സിസ്റ്ററെല്ലാം പറഞ്ഞു അടുത്ത് ചേച്ചിനെ അന്ന് കണ്ട പോലെ അല്ലല്ലോ ചിരി നോക്കാം. അപ്പൊ നല്ല മാറ്റമുണ്ട്. ചേച്ചിനെ കണ്ടിട്ട് ചേച്ചി അന്നത്തെ അന്ന് നമ്മള് സർജറിക്ക് പോകുമ്പോ ഒരു സിസ്റ്റർ ഉണ്ടായി, നമ്മള് ടീച്ചറിനെ ചേച്ചി എനിക്ക് മനസ്സിലായില്ലേന്ന് പറഞ്ഞു. അത് കണ്ടായിരുന്നു. പിന്നെ മാസ്ക് എടുത്തതിന് ശേഷം എനിക്ക് മനസ്സിലായി. ഞാൻ ഋഷിക്കിന്റെ വീഡിയോ കാണുമായിരുന്നു, ഏട്ടൻ്റെ അനിയൻ്റെയും ബൈക്കിൽ പോകുന്നത് കാണുമായിരുന്ന. അന്നേരമാണ് നീ വന്നത്. നല്ല രസമായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ. 2 ആളും കൂടി ഒരേ കളറും കൊറേ പ്രാവശ്യം കണ്ടു. എടുക്കാൻ ഞാൻ വിട്ട പാടാ, എനിക്ക് അറിയൂ. രസമുണ്ട്. വണ്ടിയിൽ പോന്നാണ് തന്നെ, ഏട്ടന്റെ ബാക്കിൽ പിടിച്ചതാണ്. അത് രസം തന്നെയാണ്. ഓക്കെ, ശരി, പോട്ടെ എന്നാല്. അപ്പൊ ഞാൻ മാറ്റിട്ട് വരാം, നിങ്ങൾ പോയി മാറ്റി. അപ്പൊ ഞാൻ വരാം, ഓടി വരാം. സ്കൂളിലെ യൂണിഫോമിൽ ഇട്ടിട്ട് ഋഷിക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു യൂണിഫോം ഉണ്ടല്ലേ? എണീച്ചപാടായിട്ടില്ല, ഒന്നും തിരിയുന്നില്ലേ? ഫാൻ ഓഫ്. പോവാം. ജാങ്കോ വരുന്നുണ്ട്, അമ്മയുണ്ട് റെഡി ആയിട്ട്. അമ്മ പോവാ. അമ്മേനെ പിന്നെ നമ്മളെവിടെയും പോകുമ്പോൾ കൂട്ടലാണ്. അമ്മ പിന്നെ നമ്മളീ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കണല്ലോ. ആദ്യം വരുന്നതിനെല്ലാം പറഞ്ഞു നീ, പക്ഷെ നിർബന്ധിച്ച് കൂട്ടി. അപ്പൊ അനൂട്ടി റെഡി ആയിട്ടുണ്ട്. എന്നാ നമുക്ക് ചവിട്ടിയാലോ? ശരിക്കും നോക്കറ ഉറക്കുണ്ട്, അങ്ങോട്ട് ഉറങ്ങാം. ഋഷൂട്ടനെ ചെറിയ ഉറക്കുണ്ട്. ഈ ഉറങ്ങിയാണിച്ചിട്ട് വന്നിനി. ഞാനൊന്നും പറ്റില്ല, ചെറിയ ഉറക്കുണ്ട്.
ഓർമ്മയില്ല, എന്നാലും ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. പാട്ട് പഠിക്കാൻ പോണേ. പാട്ടോ കുഞ്ഞിക്കാവിൽ മേഘമേ. ആ നല്ലോണം പാടുന്നുണ്ട്. എനിക്ക് അമ്മ പാട്ട് ഞാൻ എനിക്ക് ആ പാട്ട് ഫുള്ളൊന്നും അറിയില്ല. എന്നാലും ചെറുങ്ങനെ അപ്പൊ നമുക്ക് പാട്ട് പാടാട്ടാ. നോക്കിട്ടാ പാടുന്നു, അല്ലാണ്ട് ഫുള്ള് വരിയൊന്നും അറിയില്ല. ഉറങ്ങണേ അരിച്ചിട്ടാ, ഉറങ്ങണേ. ആ ഉറങ്ങണോ എനിക്ക് ഉറങ്ങണം നോക്കാം. നീ പാടി ഉറങ്ങും 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 ഉറങ്ങും. ആ ഉറങ്ങും ഉറങ്ങും ഉറങ്ങും. ഉറക്കട്ടെ ഉറക്കട്ടെ ഉറക്കട്ടെ. നമുക്ക് പാടാം. പാടുന്നോ, തളർത്തല്ല വെറുതെ. ഞാൻ ഒറ്റക്ക് പാടിക്കോളാം. അമ്പാ പാടിക്കോ. കുഞ്ഞിക്കവിൽ മേഘമേ തുള്ളിത്തുളുമ്പാതെ നീ പനിച്ചുരുൾ മാനസം തുള്ളിക്കെടുത്താതെ നീ വെറുമൊരു തൂവൽ കൊണ്ട് മുറിയും ചെറുമൂന നോക്കുകൊണ്ട് വിളറും ഒരു നേർത്ത പൈതലിൻ്റെ മുഖമേ വിങ്ങിപ്പിടയാതെ നീ വെറുതെ. ഉറക്കത്തിന് എണീറ്റ് വരുന്ന അതുകൊണ്ട് അങ്ങനെയല്ല. നമ്മളെ വന്യ എഞ്ചിനീയർ. ഇത് ശ്രീത്ത് എഞ്ചിനീയർ. ഹായ്. ഇങ്ങനെ നോക്കി നിന്ന് സമയല്ലേ. അപ്പൊ നിങ്ങള് നമ്മളെ വീട്ടിൽ കുറെ വട്ടം വന്നിന്. നിങ്ങളെ വീട്ടിൽ നമ്മൾ ആദ്യമായിട്ട് അവിടെ കൊറേ പ്രാവശ്യം വന്നേരും അല്ലേ? ഇവിടെ ആദ്യമായിട്ടാ വരുന്നത്. അതെ, അത് ഇവള് പിന്നെ അന്നേരം അവിടെ ഉണ്ടാവില്ല, വീട്ടിലുണ്ടാവില്ല. അതിനെ കണ്ടിട്ടില്ല അല്ലേ? നിങ്ങള് നമ്മള് വരുന്നതിന്റെ എല്ലാരോടും പറഞ്ഞു. ഓ അതെയോ, നിങ്ങളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് അവര് വന്നേ. ഓ സന്തോഷം സന്തോഷം. ഇന്ന് ലീവാ? ഫ്രീയാ? അതെയോ. ലീവ് അല്ലെങ്കിൽ നിങ്ങൾ ലീവ് ആക്കിയിരിക്കൂലേ? ഓ ഒന്നും പറയല്ലേ. ആ ലൊക്കേഷൻ ഇല്ല ഇല്ല. കൊറേ ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കവി നമ്മള് വീട്ടിൽ നിന്ന് പറഞ്ഞെന്താ കയ്യാണ്ടിരിക്കുന്ന സമയത്ത് ബിരിയാണി കിട്ടിയല്ലേ അല്ലേ? അത് വൈദ്യം കൽപ്പിച്ചത് എന്താ പറഞ്ഞില്ല, വൈദ്യം കൽപ്പിച്ചത് യോഗി രക്ഷിച്ചത്. നമുക്കൊന്നും കഴിയില്ല. ചോറ് അമ്മ ഫുഡ് അടിപൊളിയാണ് കേട്ടാ. അടിപൊളിയാണ്. എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാം നമ്മളെ വീട്ടിലാക്കുന്നതിന്റെ വേറൊരു സംഭവം. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ വേറെ ഇത് വേറൊരു ടേസ്റ്റ് നല്ല ഉണ്ട്. ഇത് അമ്മ. ആ അമ്മേന്റെ അമ്മ. അമ്മേന്റെ പേരെന്നാ? ദേവി. ആ നമ്മളെ വീട്ടിന്റെ അടിയും കൊറേ ദേവി വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ സൂപ്പർ. അതെയാ? ഓ അതെയാ. കണ്ണു ചുമ്പ് മുഖം കാണിക്കാനും കണ്ണ് കാണുന്നില്ല കേട്ടാ. അതന്നെ നോക്കുന്നത്. ഇടുന്നു ചെണ്ടോട്ട് നച്ചേക്കുന്നുണ്ട്. ഇവത്തെവിടെയോ തെയ്യുണ്ട്. തെയ്യല്ല, വെള്ളാട്ട കഴിപ്പിക്കലാ. വെള്ളാട്ടാ. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ ഇവരെ വീട് ഒന്ന് കാണാൻ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ എഞ്ചിനീയർ. ഞാൻ കണ്ടിട്ടുണ്ട് എഞ്ചിനീയറുടെ വീട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവര് കണ്ണൂരെല്ലാം കൺസ്ട്രക്ഷൻ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവരെ 2017 തോന്നുന്നു പറഞ്ഞവര് വീട് സ്റ്റാർട്ട് ആയത്. 22 അങ്ങനെ പൂർത്തിയായ അങ്ങനെ ഓരോരോ. അതെ, അവരെ വീട് നമുക്കൊന്ന് അതിൽ കയറി കാണാം. അമ്മേന്റെ ഒരു ലാത്തുണ്ട് കേട്ടാ. 2 നില വീടാണ്. നമ്മളൊന്ന് ആത്ത് കയറി ഭക്ഷണം എല്ലാം കഴിച്ചു നമ്മള്. അപ്പൊ ഒന്ന് വീടെല്ലാം ഒന്ന് കാണാൻ വെച്ചിട്ടാണ്. പിന്നെ നിലത്ത് കണ്ട മറ്റേ
നമ്മളെ വീട്ടിന് ഇത് ഇട്ടില്ല കേട്ടോ, നമ്മളെ ഈ പുല്ലിട്ടില്ല. അല്ലല്ല, ഇത് ഒറിജിനൽ അല്ല, ഇത് മറ്റേ പ്ലാസ്റ്റിക്കില്ലേ, പ്ലാസ്റ്റിക് മറ്റേ ഇത് എന്താന്ന് പറയാ ഇനി ഫ്രണ്ട് ഇങ്ങനെയുള്ള കേട്ടോ. ഇവരെ വീട് ആ മേലെയാണ് റോഡ്, ഇങ്ങോട്ട് ഇറങ്ങി വരണേ ഇവരെ വീട്ടിലേക്ക്. കയറി വരുമ്പോൾ 2 ഭാഗത്ത് പൂച്ചെടി വെച്ചിനേട്ടാ. എൻ്റെ മെയിൻ ആളാണ് പൂച്ചെടി. ഇതെല്ലാം വെച്ചിന് ചട്ടിയിൽ. മുല്ലത്തെ മുതലെല്ലാം കുട്ടികളെ നോക്കുന്ന പോലെ നോക്കണം, എന്നാലേ നല്ല പൂക്കൾ. ഹണി ഡ്രോപ്സ് ഏട്ടാ, തേനുറ്റുന്നാവൂലും കേട്ടോ ഈ വീട്. അതിന്റെ അർത്ഥം ഹണി ഡ്രോപ്സ്. അതെ. അപ്പൊ നമുക്ക് അകത്തേക്ക് ഉള്ളിലേക്ക് കയറാം. അമ്മയിലൂടെ വിശമറിഞ്ഞ് ഹായ്. നിങ്ങളെ വീടൊന്ന് കാണാൻ വെച്ചിട്ട്, ഇത് നിങ്ങളെ മാമനല്ലേ? ഹായ്, മോളെ വരുന്ന ജോസ്മിക, അമ്മമ്മേടി ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. പറയാൻ വേണ്ടിട്ട് അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കാതെ മോളിലെല്ലാം പോയിട്ട് അപ്പോൾ നമുക്ക് അമ്മേനെ പോലത്തെ ആളെ കിട്ടിയിട്ടുണ്ട്, വർത്താൻ പറഞ്ഞിരിക്കട്ടെ പോലെയുണ്ട്. അമ്മയുടെ ഉണ്ട്. ഹായ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ലിവിംഗ് റൂം വരുന്നത്. അപ്പൊ ലിവിംഗ് റൂമിൽ നിങ്ങളെ വീട് എത്ര ഇതിലാ ഉള്ളത്? ഈ വീട് എന്ന് പറയുന്നത് 7 സെന്റ് സ്ഥലത്താണ് എടുത്തിരിക്കുന്നത്. 7 സെന്റ് സ്ഥലത്ത് 3000 സ്ക്വയർ ഫീറ്റിൽ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീടാണിത്. അപ്പോൾ ഈ വീടിന്റെ ലിവിംഗ് റൂമാണിത്. 7 സെന്റ് ഫുള്ളായിട്ട് നിങ്ങൾ ഇതെല്ലാം കൂടി കൂട്ടിക്കിട്ടില്ല? 7 സെന്റിൽ നമ്മൾ റൂൾ പ്രകാരം, പഞ്ചായത്ത് റൂൾ പ്രകാരം ഓരോ സൈഡിൽ ഇത്ര വിടണമെന്നുണ്ട്. അപ്പോൾ ആ ഏരിയ ഒക്കെ വിട്ടതിന് ശേഷം 3000 സ്ക്വയർ ഫീറ്റിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു വീടാണ്. നിങ്ങളടുത്ത് ചോദിച്ചാൽ എല്ലാ ഇതിന്റെ കാര്യങ്ങളെല്ലാം കിട്ടും അല്ലേ? എല്ലാം കിട്ടും, വീടായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കിട്ടും. നമുക്ക് അത്തേക്ക് പോവാം. ഓക്കെ. നിങ്ങൾ ഈ വാസ്തുവും കാര്യമെല്ലാം നോക്കി? വാസ്തുവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ പ്ലാനും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്ലാന് വരച്ചതിന് ശേഷമായിരിക്കും ആശാരിക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വാസ്തുവും കാര്യങ്ങളൊക്കെ നോക്കി ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യാറാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആശാരിക്ക് വലിയ വ്യത്യാസങ്ങളോ മാറ്റങ്ങളോ ഒന്നും വരുത്താനുണ്ടാവില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കും, കിഴക്ക് മുഖമാണ് നല്ല ഏറ്റവും സൂര്യനെ നേറിയതുള്ള മുഖം, സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ. അപ്പൊ ഇപ്പൊ റോഡെല്ലാം വരുന്നതനുസരിച്ച് നമ്മളെ വീട് അതിനനുസരിച്ച് മാറ്റുന്നത് ഭാഗത്തേക്ക്. കിഴക്ക് മുഖം എന്ന് പറയുന്നത് പണ്ട് മുതലുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. പക്ഷെ നമ്മളെ വീടിന്റെ റോഡിന്റെ ദിശ നോക്കിയിട്ടാണ് കൂടുതലും നമ്മൾ വീട് കാര്യങ്ങളെല്ലാം പ്ലാൻ ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓരോ ഭാഗത്തും ഓരോ പ്രത്യേകതയുണ്ട്. കന്നിമൂല, ഈശാന കോണ്, അഗ്നികോണ്, അതിന് ഓരോ പ്രത്യേകതയുണ്ട്. അപ്പൊ അവിടേക്ക് എന്തൊക്കെ വരണം എന്നുണ്ട്. ബെഡ്റൂം വരേണ്ട സ്ഥലങ്ങളുണ്ട്, ടോയ്ലറ്റ് വരാതിരിക്കാൻ പാടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ പരിഗണിച്ചാണ് പ്ലാൻ ഡിസൈൻ ചെയ്യേണ്ടത്. കുറേ ഉണ്ട് കേട്ടോ, കുറേ സംഭവം ഉണ്ട്. നമുക്ക് കേൾക്കാം. നമുക്ക് വീടൊന്ന് കാണാം. ഓക്കെ, വീട് കാണാം. ഒന്ന് കാണിച്ചു. 2017 ഡിസൈൻ ചെയ്ത വീടാണ്. അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡി ഡിസൈൻ ആക്ച്വലി ഇതിലുണ്ടാവില്ല, എന്നാലും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീടാണിത്. ഇതിപ്പോൾ കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു സ്റ്റഡി ഏരിയ ആണ്. മോൻ്റെ റൂം ഇവിടെ ആയതുകൊണ്ട് ആ ഒരു ഭാഗത്ത് തന്നെ ബെഡ്റൂമിലേക്ക് സ്റ്റഡി കാര്യങ്ങളൊന്നും പോകണ്ടെന്ന് വെച്ചിട്ട് ചെറിയൊരു സ്റ്റഡി ഏരിയ ഇവിടെ കൊടുത്തു. എഞ്ചിനീയർ വീടാകുമ്പോൾ മാക്സിമം കോസ്റ്റ് എല്ലാം കുറച്ചിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതെ, പരമാവധി കോസ്റ്റ് കുറച്ചിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വുഡും സ്റ്റീലും ഒക്കെ ഈ വീട്ടിൽ പരീക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ പുതിയ പുതിയ വെറൈറ്റി മെറ്റീരിയൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഈ വീട്ടിൽ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. അടിപൊളിയൊന്ന് കാണിച്ചാ നമുക്ക് കാണാലോ. ഇത് ആക്ച്വലി നിങ്ങളൊരു അൺഎക്സ്പെക്റ്റഡ് വിസിറ്റ് ആയതുകൊണ്ട് തന്നെ വലിയൊരു ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ വീട്ടിൽ ചെയ്തിട്ടില്ല. ഇത് ഇവിടെ ചെയ്തിരിക്കുന്നത് സ്റ്റീലിന്റെ വിൻഡോസ് ആണ്. ഞാൻ ഈ വീട്ടിൽ സ്റ്റീൽ വിൻഡോസും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഇത് സ്റ്റീൽ വിൻഡോ ആണ്. അല്ലല്ല, മരമല്ല, സ്റ്റീൽ വിൻഡോക്ക് പോളിഷ് ചെയ്തതാണ്. അപ്പൊ സ്റ്റീൽ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ കംപ്ലീറ്റ് മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ മകന്റെ റൂമാണ്. അവിടെ ഒരു അറ്റാച്ച് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ ഒരു സ്റ്റഡി റൂൾ ഉണ്ട്, ഹോം റൂള്. അത് 5:30 മുതൽ 7:30 വരെ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. എമർജൻസി കോൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. മോന് രാവിലെ എഴുന്നേറ്റ് ചെയ്യാൻ ഒരു അഫർമേഷൻ കൊടുത്തതാ. ഇത് പറഞ്ഞിട്ട് എഴുന്നേക്കണമെന്ന് ഞാൻ അവനോട് പറയാറ്. അപ്പൊ അന്ന് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും, അങ്ങനെ എഴുന്നേക്കാവുന്നൊക്കെ. ശരിയുടെ കുറെ ഫോട്ടോ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് മോന്റെ ബർത്ത്ഡേക്കുള്ള ഫോട്ടോയാണ്. ഇവിടെ നമ്മളില്ലേ, ഇവിടെ നേരെ ഇത് കാണുന്നതാണ് ഡൈനിങ്. ഇവിടെ ഡൈനിങ് ടേബിൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡൈനിങ് ടേബിൾ കൊടുത്തത്. അപ്പൊ ഡൈനിങ്ങിന്റെയും ലിവിങ്ങിന്റെ ഇടയിൽ നമ്മളൊരു കോർട്ട്യാർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു കോർട്ട്യാർഡ്. ഇത് ആക്ച്വലി കോർട്ട്യാർഡിന്റെ ഏറ്റവും ടോപ്പിൽ ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. മീൻസ് നമുക്ക് പകൽ സമയങ്ങളിലെല്ലാം നല്ല വെളിച്ചവും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. പൂജാ റൂം ഇവിടെ തന്നെയാണ് ഡിസൈൻ ചെയ്ത. ഇതിപ്പം ആ സ്ഥലം ഇഷ്ടമല്ലേ? ഡൈനിങ്
ഡൈനിങ്ങിന് നേരെ വരുന്നത് ഒരു കിച്ചണിലേക്കാണ്. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കിച്ചൺ ചെറിയൊരു പേരിന് മാത്രമേ കിച്ചൺ പ്രൊവൈഡ് ചെയ്തത്. കുക്കിങ്ങും കാര്യങ്ങളൊന്നും കിച്ചണിന് ചെയ്യുന്നില്ല. കൂടുതലും കുക്കിംഗ് കാര്യങ്ങളിലും വർക്ക് ഏരിയ എന്നാണ്. അതുകൊണ്ട് തന്നെ വർക്ക് ഏരിയ കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജ് ഫുൾ ഒട്ടിച്ചു വെച്ചിട്ടാണ്. അത് ഓരോ സ്ഥലത്ത് ടൂറിന് പോകുമ്പോഴുള്ള ഫോട്ടോസാണ്. അവിടേക്ക് പോയി എന്ന് അറിയിക്കാൻ. ഇതാണ് ഇവിടുത്തെ വർക്ക് ഏരിയ വരുന്നത്. കംപ്ലീറ്റ് മുഷിഞ്ഞിട്ടുള്ളത് ഇല്ല, ഒരു യു ഷേപ്പിലാണ് വർക്ക് ഏരിയ ഡിസൈൻ ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളെല്ലാം ഇവിടുന്ന് ചെയ്യാം ആ രീതിയിൽ. അപ്പോൾ കിച്ചൺ നല്ല നീറ്റിൽ വെക്കാനും പറ്റും. കിച്ചൺ ഇപ്പുറം, കിച്ചൺ അവിടെ. അതേപോലെ തന്നെ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വെക്കേണ്ട സൗകര്യം. അമ്മക്കെല്ലാം മുകളിൽ പോയിട്ട് തുണി അറിയിടാൻ ഒരു വിഷമാക്കേണ്ടെന്ന് വെച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ബാത്റൂമും അവിടെ കൊടുത്തു. ഓരോ വീട്ടിൽ പോകുമ്പോൾ ഓരോ ഡിസൈൻസ്. ഇതാ വാഷ് ബേസിൻ, അതാ ഒരു സ്റ്റെയർ കേസിന്റെ അടിയിലാണ് വാഷ് ബേസിൻ കൊടുത്തത്. ഈ ഒരു സ്പേസ് ഞാൻ യൂസ് ആക്കി എന്താ വെച്ചാൽ നമ്മളെ ഇൻവെർട്ടറും കാര്യങ്ങളെല്ലാം ഹൈഡായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റെയർ കേസിന്റെ അടിയിൽ അങ്ങനെ യൂസ് ആക്കിയിരിക്കുന്നത്. നമ്മുടെ CCTVയുടെ കൺട്രോളിലൊക്കെ ഇതിന്റെ അടിയിലാണ്. ഇത് അമ്മയുടെ ഒരു റൂമാണ്. അത് ക്ലാഡിങ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പക്ഷേ ടെക്സ്ചർ പെയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലും ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ക്ലാഡിങ് ടൈൽ കൊടുത്തു. ഇതിപ്പോൾ അമ്മയുടെ ഒരു റൂമാണ്. ഈ ഒരു റൂമിൽ ഇതാ കാര്യമായിട്ടൊന്നുമില്ല. ഈ രീതിയിലും അതേപോലെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും. താഴെ 2 ബെഡ്റൂം. ഇനിയിപ്പം വാ മുകളിൽ പോകാം. നല്ല വെളിച്ചമുണ്ട്. വെളിച്ചമുണ്ട്. അതാ മെയിൻ പ്രത്യേകത, നല്ല വെളിച്ചം എല്ലാ ഭാഗത്തും. ഇവിടെ വരുന്ന ആരായാലും പറയുന്നത് ഈ വീട്ടിൽ ഭയങ്കര ഒരു ഓപ്പൺ ഫീൽ ആണെന്നാ. നല്ലൊരു എല്ലാ ഭാഗത്തും നല്ല വെളിച്ചം. ആടുന്നുണ്ട് വെളിച്ചം, വീടുന്നുണ്ടല്ലേ. സ്റ്റെയർ കേസ് കയറുമ്പോൾ തന്നെ വലിയൊരു ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. അതവിടെ നിങ്ങൾ അങ്ങോട്ട് നടന്നിക്കണം. ഇത് സ്റ്റെയർ കേസ് കയറി ഇവിടുന്ന് കുറച്ച് നടക്കേണ്ട ഒരു ഡിസ്റ്റൻസ് കൊടുത്തു. അതിനുശേഷം ബാക്കി സ്റ്റെപ്പ്. പക്ഷെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റെയർ കേസിന്റെ പകുതിക്കുന്ന് വേറെ റൂമുണ്ട്. ഇതിപ്പോൾ സ്റ്റെയർ കേസിന്റെ ഫസ്റ്റ് ലാൻഡിങ് തന്നെ നമ്മളൊരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്, ഒരു പ്രൈവസി ഏരിയ. ഇത് ആക്ച്വലി എൻ്റെ ഒരു എഡിറ്റിങ്ങും പഠിക്കലും അങ്ങനെയുള്ളൊരു മോട്ടിവേഷൻ റൂമാണ്. ഞാൻ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ വായിക്കാറുണ്ട്. അതൊക്കെ പ്രൈവസി ആയിട്ട് ഇവിടെ ഇരുന്ന് വായിക്കാറാണ്. ഇതാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, കോർപ്പറേറ്റ് ചാണക്യ. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കല്ലോ. നമ്മളെപ്പോൾ അപ്ഡേറ്റ് ആവണല്ലോ ഈ ഫീൽഡിൽ. സെൽഫ് ഇമേജ്, സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും കുറച്ച് കൂടുതലാണ്. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പർഗോള കൊടുത്തതാണ്. കുറച്ച് വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഫുള്ള് ഗ്ലാസ് കൊടുക്കുന്നതിന് പകരം കുറച്ച് പർഗോള ഡിസൈൻസും കൊടുത്തു. ഇതിപ്പോൾ സ്റ്റെപ്പ് കയറിയിട്ടാണ് ബാക്കി ഏരിയയിലേക്ക് പോകുന്നത്. ഓരോരോ കഥ, ഓരോ മോഡല്. ഇത് ആക്ച്വലി ഞാനൊരു ഓഫീസ് പർപ്പസിൽ ചെയ്തതാണ്. ഫ്രീ ആയ സമയത്ത് ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലാപ്ടോപ്പ് വെച്ചിട്ട് ഈ ഒരു സ്ഥലത്താണ് ഇരിക്കാറ്. ഇത് ഇവിടുന്ന് ഒരു ബാൽക്കണി, ഈ ഏരിയ ഒരു ബാൽക്കണി കൊടുത്തു. തെയ്യം ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ കാവല് തെയ്യാണ്. പിന്നെ ഒരു ബെഡ്റൂം വരുന്നത് ഇത് ഇവിടെയാണ്. ഇതാ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. എത്ര ബെഡ്റൂം ഉണ്ട്? 4 ബെഡ്റൂമാണ് വരുന്നത്. 4 ബെഡ്റൂം, ഒരു ഓഫീസ് റൂം, അതേപോലെ തന്നെ ഒരു അയണിങ് റൂം ഉണ്ട്. ഇത് ഈ ബെഡ്റൂമിൽ നിന്ന് ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാൽക്കണി. അത് ചെറിയൊരു ടെറസ് കൊടുത്തു. നമ്മൾ ഈ ക്രിസ്മസിൻ്റെ ഉള്ള സമയത്ത് ഒരു ട്രീയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും ഗാർഡനും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്പേസ് കൊടുത്തതാണ്. ബാൽക്കണി ഫുള്ളായിട്ട് കൊടുക്കുന്നതിന് പകരം അത് ഡിവൈഡ് ആക്കി പകുതിയാക്കി.
ഇത് നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാൽക്കണിയിൽ പോളി കാർബണേറ്റ് ഷീറ്റ് ഇട്ടിട്ട് ക്രിസ്മസിന്റെ ക്രിസ്മസിൻ്റെ ട്രീ അയച്ചു വെച്ചിട്ടില്ല. ഇവിടെ നിന്ന് നമുക്ക് ഏറ്റവും ടോപ്പിൽ പോവാം. മുകളിൽ നല്ല വ്യൂ ആണ്. ബാൽക്കണി കൂടുതൽ. ബാൽക്കണി എല്ലാ ഭാഗത്തും ഉണ്ട് അല്ലേ? എല്ലാ ഭാഗത്തും ഉണ്ട്. കാരണം റോഡ് വ്യൂ ഇങ്ങോട്ടല്ലേ, അപ്പോൾ തന്നെ ബാൽക്കണി എല്ലാ ഭാഗത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മള് ഇറങ്ങലായി എല്ലാരോടും. നമ്മൾ ഒത്തിരി ആളിടാ, ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടാ, ഒരുപാട് ആൾ വന്നു ഇടാ. എല്ലാം ബന്ധുക്കളാണ്. 9 പേരുണ്ടല്ലേ? അമ്മ നമ്മളിറങ്ങട്ടെ എന്നാലേ? അതെയാ? ഓ, നമ്മളിറങ്ങട്ടെ എന്നാലേ? വെള്ളാട്ടം തുള്ളുന്നുണ്ട് അറിഞ്ഞിട്ടുണ്ട് ഇവര്. അതെയാ? പോയിട്ട് മൊത്തം പുറത്തുണ്ട്. ഒരുപാട് സന്തോഷം വന്നതില്. നമുക്ക് നിങ്ങളിൽ കാണാൻ പറ്റിയ സന്തോഷം എല്ലാവരോടും. അപ്പൊ നമ്മളങ്ങനെ പോക്കായി. കുറേ ദിവസം ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് വീട്ടുകാരെല്ലാം കണ്ട് അല്ലേ? നല്ല സന്തോഷായി.